ഇതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഹാലൂസിനേഷൻ ആണെന്ന് ഡോക്ടർമാർ അങ്ങനെ ചിന്തിക്കുന്നു. അവരുടെ പഠനങ്ങളിൽ അവർ പറയുന്നത് പിന്നെ അത് ഹാലൂസിനേഷൻ ആണെന്ന്. പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും എന്നൊക്കെ കുട്ടികളൊക്കെ പറയുന്നില്ലേ ഓരോരുത്തർ, ഈ ജ്യോത്സ്യന്മാർ പറയുന്നില്ലേ ഓരോന്ന്. പിന്നെ മുജ്ജന്മത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ ഒരുപാട് പേര്. അപ്പോൾ ഇതൊക്കെ ഡേഞ്ചർ ആകുമ്പോഴാണ് ഡോക്ടർമാർ കൺസൾട്ട് ചെയ്യാൻ പറയുന്നത്. ഡോക്ടർമാരുടെ കണ്ണിൽ ഇതെല്ലാം ഹലൂസിനേഷനാണ്. പിന്നെ 6th സെൻസ് ഉള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഹാലൂസിനേഷൻ ഉണ്ടെന്ന് പറയും. അതൊരു ഡേഞ്ചർ ആകുമ്പോൾ, ഇപ്പം ഇതൊരു ഡേഞ്ചർ അവസ്ഥയിലേക്ക് പോകുമ്പോൾ, അക്രമാസക്തമാകുമ്പോഴാണ് ഒരു ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കേണ്ട. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നമ്മൾ കൗൺസിലിങ്ങിന് പോകണം. നമുക്കിങ്ങനെ ഒന്നുണ്ട്, അത് തെറ്റാണോ, അതിനെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ഉപദ്രവമുണ്ടോ, മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഇല്ല, ഞാൻ അതിൽ ഹാപ്പി ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞോളൂ ഡോക്ടർ. ഇപ്പം നിങ്ങൾ ഇതിലൊരു ഇൻ്റർവ്യൂവിൽ ഇപ്പം ശ്രീകണ്ഠൻ നായരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അല്ല, അവരുടെ നമ്മൾ തമ്മിൽ പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പനും അമ്മയും മരിച്ച കുഞ്ഞിനെ, അവരുടെ മോൻ മരിച്ചു 20 വയസ്സിൽ. ആ മോൻ ആ വീട്ടിൽ വരുന്നുണ്ട്. അവർക്കതിൽ അറിയാം, അവർക്ക് ആ വീട്ടിൽ വരുന്നെന്നും അവൻ ഓരോ സിഗ്നൽ കൊടുക്കുന്നെന്നും അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർമാർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. പഠനങ്ങളിൽ അതൊന്നും പറയുന്നുമില്ല. അപ്പം അതിലൊരു ഡോക്ടർ പറയുന്നുണ്ട്, ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരങ്ങനെ അതിൽ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ. അവരുടെ മോൻ വരുന്നത്, ആ ഒരു പ്രസൻസ് അവർ തോന്നുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തനിയെ ലൈറ്റ് കത്തുന്നു. അപ്പോൾ അതിലൊക്കെ അവർ ഹാപ്പിയാണ്, അവരുടെ മോൻ വരുന്നതായിട്ട്. അതിലവർ സന്തോഷിച്ചിരുന്നോട്ടെ. ആർക്കാ ശല്യം, ആർക്കും ഒരു ഉപദ്രവം ഇല്ല. അതിലവർ വയലൻ്റ് ആവുകയാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ തർക്കിക്കുമ്പോൾ അവിടെ തർക്കം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അവർ വയലൻ്റ് ഒന്നും ആവുന്നില്ല, മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഇതാരെങ്കിലും തർക്കിക്കുമ്പോൾ പൊതുവേ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയും ഇവർക്ക് വട്ടാണ്, ചുമ്മാ എന്ന് പറയും, ഒരു ഒറ്റപ്പെടുത്തും. മനസ്സിലായോ? അപ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ വയലൻ്റ് ആയെന്നിരിക്കാം. അതങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അത് ഹാലൂസിനേഷനൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് എന്തോ ഒരു മിറാക്കിളാണ്. അത് അതിനെക്കുറിച്ച് പറയില്ല ഒരിക്കലും. ഡോക്ടർമാർക്ക് ഹാലൂസിനേഷൻ ആയിരിക്കാം. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറയില്ല. എന്താണ് ഏതാണെന്നൊന്നും പറയില്ല. നമ്മൾ ചിലർ ഈ ഇടയ്ക്ക് ഒരു പെണ്ണ് പറഞ്ഞു അവൾക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. എനിക്കും ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ പറയില്ല. ഞാൻ ആരോടും അങ്ങനെ പറയാൻ പോക്കില്ല. കുറേ കാര്യങ്ങളുണ്ട്. അതങ്ങനെ തന്നെ എൻ്റെ ഉള്ളിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുന്നതാണ്. എനിക്കും അറിയാം എൻ്റെ മുജ്ജന്മത്തിലാണോ ഈ ജന്മത്തിൽ വന്നവരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അവരടുത്തേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെന്നൊക്കെ എനിക്കറിയും. മനസ്സിലായോ? പിന്നെ ഞാൻ പറയാറില്ല അങ്ങനെ നിങ്ങളെൻ്റെ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന ആളാണെന്ന്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവർക്കും അതൊരു ടെൻഷനാവും. അപ്പം ഞാനൊന്നും പറയാറില്ല. അതെൻ്റെ ഉള്ളിലിരിക്കട്ടെ. പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കില്ലേ. അത് പറഞ്ഞ് ആൾ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ കച്ചറ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കണമെന്ന് പറയുന്നത്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഹാലൂസിനേഷൻസൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഭൂമിയിൽ നമുക്ക് ജീവിക്കാമെങ്കിൽ, ഭൂമിയിൽ മനുഷ്യരുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ആളെ പിടിച്ചുകൊണ്ട് രാവിലെ ആംബുലൻസ് കയറി എന്നെ പിടിച്ചുകൊണ്ടാണ്, ഒന്നും പറയുന്നില്ല, എന്തോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ജ്യോത്സ്യന്മാരൊക്കെ ഇവിടെ നിന്ന് പോകണം.